അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലേ ഡി എഫ് എ ടു റെഗുലർ എക്സ്പ്രഷൻ. ഈ ഡി എഫ് എ ടു റെഗുലർ എക്സ്പ്രഷൻ കൺവേർഷൻ നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞു. ഇനി നമ്മൾ തിയററ്റിക്കലി തിയറം ആൻഡ് പ്രൂഫ് വെച്ചിട്ട് പറയുകയാണ് ഇക്വലൻസ് ഓഫ് ഡി എഫ് എ ആൻഡ് റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ തിയറം എന്താ പറയണത്? ഇപ്പോൾ ഇഫ് എൽ ഈക്വൽ ടു എൽ ഓഫ് എ ഫോർ സം ഡി എഫ് എ ദെൻ ദർ ഈസ് എ ലാംഗ്വേജ് എൽ ഈക്വൽ ടു എൽ ഓഫ് ആർ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഡി എഫ് എ ഫോർ എ ലാംഗ്വേജ് എൽ ഓഫ് എ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആർ എന്ന് പറയുന്ന ഒരു റെഗുലർ എക്സ്പ്രഷനും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ഡി എഫ് എ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കൂടി എക്സിസ്റ്റ് ചെയ്യും? ഒരു റെഗുലർ എക്സ്പ്രഷനും കൂടി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പ്രൂഫ് പറയുകയാണ്. സോ നമ്മൾ ഇവിടെ ഡി എഫ് എനെ എ പറയുന്നതായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഡി എഫ് എ എന്ന് പേരുള്ള ഒരു ഡി എഫ് എ, അതിലുള്ള സ്റ്റേറ്റുകളാണ് 1 to n വരെ. സോ ഡി എഫ് എയിൽ സ്റ്റേറ്റുകൾ ഇറക്കിയാണ് 1, 2, 3 അപ് ടു n വരെ ഫോർ സം n. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ ഐ ജെ ഓഫ് കെ എന്നെടുക്കുകയാണ്. എന്തിന്? റെഗുലർ എക്സ്പ്രഷൻ ഒരു നെയിമായിട്ട് നമ്മൾ ആർ ഐ ജെ വെച്ചെടുക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ഐയിൽ നിന്നും സ്റ്റേറ്റ് ജെയിലേക്ക്. ഓക്കെ, ആർ ഐ ജെ. അസ്യൂം ദാറ്റ് ആർ ഐ ജെ കെ ബി ദ നെയിം ഓഫ് ദ റെഗുലർ എക്സ്പ്രഷൻ ഹൂസ് ലാംഗ്വേജ് ഈസ് ദി സെറ്റ് ഓഫ് സ്ട്രിംഗ് ഡബ്ല്യു വിച്ച് ഈസ് ലാബിൾഡ് ഓൺ സർട്ടൻ പാത്ത് ഫ്രം ഐ ടു ജെ. അപ്പോൾ ഐന്ന് ജെയിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ആർ ഐ ജെ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ടു ജെ ഓൺ സം സ്റ്റെപ്പ് കെ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക. ഇൻ ഡി എഫ് എ ആൻഡ് ദ പാത്ത് ഹാസ് നോ ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് ഹൂസ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ മാക്സിമം നമ്മൾ ഏതുവരെ കെയുടെ വാല്യൂ എടുക്കുന്നത്? ഇപ്പോൾ 2 സ്റ്റേറ്റ് ആണെങ്കിൽ 0 മുതൽ 2 വരെ എടുക്കും. അതിൽ കൂടുതലായിട്ട് പുതിയ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത്തരം ഒരു ആർ ഐ ജി ഓഫ് കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കെ ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം 0 to n. അപ്പോൾ n സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എവിടെ നിന്ന് എവിടെ വരെ വാരി ചെയ്യും? 0 മുതൽ n വരെ വാരി ചെയ്യും. സോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാണ്, ബേസിക്സ് പറയാണ്. സോ ബേസിക്സ് എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ 0. നമ്മുടെ കെയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താ ചെയ്യുക? കെയുടെ വാല്യൂ 0 ആകുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ്. സോ കെയുടെ വാല്യൂ 0 ആകുമ്പോൾ 2 കണ്ടീഷൻസ് വരാം. ഒന്നെന്ന് പറയണത് ആർക്ക് ഉണ്ടാവാം, ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടാവാം അല്ലേ, ഐയിൽ നിന്നും ജെയിലേക്ക്. ആർക്ക് ഫ്രം നോഡ് ഐ ടു ജെ ഉണ്ടാവാം. സോറി, സെൽഫ് ലൂപ്പ് അല്ല, ഒരു ആർക്ക് ഉണ്ടാവാം ഐയിൽ നിന്ന് ജെയിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടാവാം, ഒരു പാത്ത് ഇല്ല എന്നുള്ള രീതിയിൽ. ദാറ്റ് ഈസ് ലെങ്ത് 0. ഇനി നമ്മൾ പറയുന്നത് ഐയും ജെയും ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇഫ് ഐ ഈക്വൽ ടു ജെ ദെൻ ഓൺലി കേസ് 1 ഈസ് പോസിബിൾ. വി എക്സാമിൻ ഡി എഫ് എ ആൻഡ് ഫൈൻഡ് ദോസ് ഇൻപുട്ട് സിമ്പിൾ എ സച്ച് ദാറ്റ് ദർ ഈസ് എ ട്രാൻസിഷൻ ഫ്രം ഐ ടു ജെ ഓൺ എ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ആൻ ആർക്ക് ഫ്രം ഐ ടു ജെ. ആർക്ക് ഫ്രം ഐ ടു ജെ എന്ന് പറഞ്ഞാൽ ഐയിൽ നിന്നും ജെയിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ ഐയും ജെയും ഈക്വൽ അല്ല. ആ കേസിൽ ഐ ടു ജെയിൽ നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് സിമ്പലിനെ നമ്മൾ എ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ആൻ ആർക്ക് ഫ്രം ഐ ടു ജെ എന്ന് പറയുമ്പോൾ ഐയിൽ നിന്നും സ്റ്റേറ്റ് ജെയിലേക്ക് ഒരു ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പൽ ലെറ്റ് ഇറ്റ് ബി എ. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് സിമ്പൽ ഐന്ന് ജെയിലേക്കുള്ള ആർക്ക്. അത് എപ്പോഴാണ് വരുന്നത്? ഐയും ജെയും ഈക്വൽ അല്ലാത്ത കേസിൽ. ഇനി ഒരു ഇൻപുട്ട് സിമ്പലും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ ഐയിൽ നിന്ന്, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിളിൽ 1 to 2 0 ഉണ്ടായിരുന്നു അല്ലേ, പക്ഷേ 2 to 1 തിരിച്ച് ഒരു ട്രാൻസിഷനും ഉണ്ടായിരുന്നില്ല. സോ അത്തരം കേസിൽ ഒരു ഇൻപുട്ട് സിമ്പലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 5 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഒറ്റ ഇൻപുട്ട് സിമ്പലേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ 1 നിന്ന് 2 0 പറഞ്ഞ ഇൻപുട്ട് സിമ്പലാണ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒറ്റ ഇൻപുട്ട് സിമ്പലാണ് ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? ആ 0 മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എ ആണ് ഇൻപുട്ട് സിമ്പൽ ഐ ടു ജെ. ഒറ്റ ഇൻപുട്ട് സിമ്പലേ ഉള്ളെങ്കിൽ ആർ ഐ ജി ഓ 0 എന്ന് പറഞ്ഞത് എ ആയിരിക്കും. ഇനി ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് സിമ്പൽസ് ഉണ്ട് എങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് A1+. ഇപ്പോൾ ഞാൻ R22 പറയുമ്പോൾ 0യും 1ഉം വന്നിരുന്നു അല്ലേ. അല്ല, അത് പറഞ്ഞത് സെൽഫ് ലൂപ്പാണ്, സോറി. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ 1 to 2, 2 to 3 അങ്ങനെ വരുമ്പോൾ 0 പറഞ്ഞ ഇൻപുട്ട് സിമ്പിളും 1 എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പിളും ആണെങ്കിൽ 0+1 എഴുതുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് സിമ്പിൾസ് വരുമ്പോൾ അതിൻ്റെ സമ്മേഷൻ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ്. ഇപ്പോൾ ഇത്ര നേരം ഐ നോട്ട് ഈക്വൽ ടു ജെയുടെ കേസാണ് പറഞ്ഞത്. ഐയും ജെയും ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് സിമ്പലും ഇല്ലെങ്കിൽ 5, ഒരു ഇൻപുട്ട് സിമ്പലേ ഉള്ളെങ്കിൽ ആ ഇൻപുട്ട് സിമ്പൽ മാത്രം. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് സിമ്പൽ വരുമ്പോൾ അതിൻ്റെ സമ്മേഷൻ കൊടുക്കുക. ദെൻ സെൽഫ് ലൂപ്പ് വരുമ്പോൾ ഐയും ജെയും ഈക്വൽ ആവണ കേസ് വരുമ്പോൾ
then the legal path are path of length 0 and all loops from I to itself. അപ്പോൾ എന്താണ് സെൽഫ് ലൂപ്പാണ് അവിടെ വരുന്നത്. സോ ലെങ്ത് 0 ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ എന്തായിരുന്നു? എപ്സിലോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സിമ്പിൾസും ഇല്ല എന്നർത്ഥം അല്ലേ. ഇനി ഇപ്പോൾ സെൽഫ് ലൂപ്പിൽ നമ്മൾ 0 എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പിളാണ് വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? എപ്സിലോൺ പ്ലസ് 0 കൊടുക്കും അല്ലേ. ഒന്നുമില്ലെങ്കിൽ എപ്സിലോൺ കൊടുക്കും. ഒരു ഇൻപുട്ട് സിമ്പിൾ ആണെങ്കിൽ എപ്സിലോൺ പ്ലസ് ദാറ്റ് ഇൻപുട്ട് സിമ്പിൾ കൊടുക്കും. സോ ഇഫ് ദ പാത്ത് കണ്ടെയ്ൻ എനി സിമ്പിൾ എ ദെൻ ദ റെഗുലർ എക്സ്പ്രഷൻ ഈസ് എപ്സിലോൺ പ്ലസ് എ. ഇത് ഏത് കേസിലാണ് വരണത്? ഐയും ജെയും ഈക്വൽ ആവണ കേസിലാണ്. ഓക്കെ. ഇനി ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് സിമ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ പ്ലസ് സം ഓഫ് ദാറ്റ് ഇൻപുട്ട് സിമ്പിൾസ്, ദാറ്റ് ഈസ് എപ്സിലോൺ പ്ലസ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AK. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ 2ൽ 0യും 1ഉം വന്നിരുന്നു. സോ നമ്മൾ എപ്സിലോൺ പ്ലസ് 0 പ്ലസ് 1 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സ്റ്റേറ്റ് 1ൽ നേരത്തെ എക്സാമ്പിളിൽ സെൽഫ് ലൂപ്പായിട്ട് 0 വന്നിരുന്നു. സോ നമ്മൾ എപ്സിലോൺ പ്ലസ് 0 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോറി 1 വന്നിട്ടുണ്ടായിരുന്നു. സോ എപ്സിലോൺ പ്ലസ് 1 കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ സെൽഫ് ലൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് സിമ്പിളും ഇല്ലെങ്കിൽ എപ്സിലോൺ ഇടുക. ഒറ്റ ഇൻപുട്ട് സിമ്പിൾ ആണെങ്കിൽ എപ്സിലോൺ പ്ലസ് എ. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് സിമ്പിൾ വരുമ്പോൾ എപ്സിലോൺ പ്ലസ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ പാർട്ട് പറയുകയാണ്. ഒന്നുകൂടിയും പ്രൂവ് ചെയ്യണം നമ്മൾ. സോ നമ്മൾ K ഗ്രേറ്റർ ദാൻ, അതായത് 0നേക്കാൾ Kയുടെ വാല്യൂ വലുതാവുമ്പോഴുള്ള കാര്യം വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. Kയുടെ വാല്യൂ 0 ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എപ്സിലോൺ വെച്ചിട്ട് ചെയ്യാം. സെൽഫ് ലൂപ്പ് ആണെങ്കിൽ എപ്സിലോൺ ആഡ് ചെയ്യും. സെൽഫ് ലൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇൻപുട്ട് സിമ്പിൾസ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ സമ്മേഷൻ. ഈ ഇൻഡക്ഷൻ പാർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നോക്കുക. സപ്പോസ് ദർ ഈസ് എ പാത്ത് ഫ്രം I ടു J. സ്റ്റേറ്റ് ഐയിൽ നിന്നും സ്റ്റേറ്റ് ജെയിലേക്ക് ഒരു പാത്ത് ഉണ്ട്. ദാറ്റ് ഗോസ് ത്രൂ നോ സ്റ്റേറ്റ്സ് ഹയർ ദാൻ K. ഇപ്പോൾ മാക്സിമം ഇപ്പോൾ Kയുടെ വാല്യൂ 2 സ്റ്റേറ്റ് ആണെങ്കിൽ 0, 1, 2 അതിൽ കൂടുതൽ Kയുടെ വാല്യൂ വരില്ല അല്ലേ. അങ്ങനെയെങ്കിൽ 2 പോസിബിൾ കേസാണ് വരിക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദ പാത്ത് ഡസ് നോട്ട് ഗോ ത്രൂ സ്റ്റേറ്റ് K അറ്റ് ഓൾ n. ഇൻ ദിസ് കേസ് ദ ലേബൽ ഓഫ് പാത്ത് ഇൻ ദ ലാംഗ്വേജ് ഈസ് ഗിവൺ ബൈ Rij ഓഫ് K മൈനസ് 1. സെക്കൻഡ് എന്ന് പറയുന്നത് ദ പാത്ത് ഗോസ് ത്രൂ സ്റ്റേറ്റ് K അറ്റ്ലീസ്റ്റ് വൺസ്. ഒന്നെന്ന് പറയണത് ഇപ്പം ഐന്ന് ജെയിലേക്കുള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നോക്കുക, അത് Kയിൽ എത്തുന്നില്ല. അതാണ് RIK എന്ന് പറയണത്. ഐന്ന് K വരെ, പക്ഷേ Kയിലൂടെ കടന്നു പോകുന്നില്ല. സോ RIK ഓഫ് K മൈനസ് 1. ഇനി കുറേ Kയിലൂടെ കടന്നു പോകുന്നതാണ് RKK ഓഫ് K മൈനസ് 1. ദെൻ ലാസ്റ്റ് Kയിൽ നിന്നും ജെയിലേക്ക് പോകുന്നതാണ് RKJ ഓഫ് K മൈനസ് 1. നമ്മൾ Kയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ RIJ ഓഫ് K ഈക്വൽ ടു RIJ ഓഫ് K പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ്റെ, അതായത് ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, ഇതിൻ്റെ ഡോട്ടും കൂടി നമ്മൾ കണ്ടിട്ടായിരുന്നു. എങ്ങനെയാണ്? RIJ ഓഫ് K മൈനസ് 1 പ്ലസ് RIK ഓഫ് K മൈനസ് 1 ഇൻറ്റു RKK ഓഫ് K മൈനസ് 1 ദ ഹോൾ സ്റ്റാർ. ഹോൾ സ്റ്റാർ വരാൻ കാരണം ഒന്നിൽ കൂടുതൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ വരികയാണ്. സോ RKK ഓഫ് K മൈനസ് 1 ദ ഹോൾ സ്റ്റാർ ഇൻറ്റു RKJ ഓഫ് K മൈനസ് 1. അതാണ് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പാർട്ട് ഗോസ് ഫ്രം സ്റ്റേറ്റ് I ടു K വിത്തൗട്ട് പാസിംഗ് ത്രൂ K. ദ ഫസ്റ്റ് പാർട്ട് ഗോസ് ഫ്രം സ്റ്റേറ്റ് I ടു K വിത്തൗട്ട് പാസിംഗ് ത്രൂ K. സോ ഐന്ന് K വരെ എത്തുന്നുള്ളൂ, Kയിലൂടെ പോകുന്നില്ല. സെക്കൻഡ് പാർട്ട് പലതവണ Kയിലൂടെ പോകുന്നു അല്ലേ. സെക്കൻഡ് പാർട്ട്, മിഡിൽ പാർട്ട്, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? Kയിൽ നിന്ന് Jയിലേക്ക് കൂടെ പോകുന്നു വിത്തൗട്ട് പാസിംഗ് ത്രൂ K. സോ I ടു K, ദെൻ ഇൻ്റർമീഡിയറ്റ് Kയിലൂടെ, ദെൻ K ടു J. അപ്പോൾ നിങ്ങൾക്കറിയാം ഇഫ് ദ പാത്ത് ഗോസ് ഓൺലി ത്രൂ Kയിൽ കൂടെ മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർമീഡിയറ്റ് പാത്ത് ഇല്ല. ജസ്റ്റ് Kയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പാത്തിലൂടെ അത് മൂവ് ചെയ്യുന്നില്ല. ജസ്റ്റ് I ടു Kയും ദെൻ K ടു Jയും മാത്രമായിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മളിവിടെ RIK K മൈനസ് 1 ഇൻറ്റു RKK K മൈനസ് 1 ദ ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞത്. സോ സ്റ്റാറിൻ്റെ വാല്യൂ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ്, അതായത് ഇഫ് ദ പാത്ത് ഗോസ് ത്രൂ K ഓൺലി, ഒറ്റ തവണയെ പോകണമെന്നുണ്ടെങ്കിൽ മിഡിൽ പാർട്ട് ഉണ്ടാവില്ല. അതായത് സ്റ്റാറിൻ്റെ വാല്യൂ ഇവിടെ എന്താവും? 0 ആവും. ദാറ്റ് ഈസ് RKK K മൈനസ് 1 ദ ഹോൾ സ്റ്റാറിൽ സ്റ്റാർ 0 ആവും. അപ്പോൾ ഈ സംഭവമില്ല, അത് 1 ആയി മാറും അല്ലേ. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, RIK K മൈനസ് 1 ഇൻറ്റു RKJ K മൈനസ് 1. സോ നമ്മൾ എല്ലാ കേസും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ, നമുക്ക് കിട്ടാൻ പോകുന്ന റെഗുലർ എക്സ്പ്രഷൻ്റെ ഇക്വേഷൻ, അത് Kയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ
0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RIJ ഓഫ് K ഈക്വൽ ടു RIJ K-1 പ്ലസ് RIK K-1 പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് RKK K-1 ദ ഹോൾ സ്റ്റാർ ഇൻറ്റു RKJ K-1. By induction, we prove that the regular expression Rij n can be constructed for all values of I, J, A and N. So, നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. ഓക്കെ, so the regular expression for the language of the automata is thus the sum of all expression Rij such that state I is the start state and state J is the accepting state and N is the total number of state. So നമ്മുടെ ഫൈനൽ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് RIJ, അതിൽ I സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റും J എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റും N എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേറ്റും, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റും. ഇപ്പോൾ 2 സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, 3 ആണ് ഫൈനൽ സ്റ്റേറ്റ് എങ്കിൽ R13 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ എന്താ വരിക? N അവിടെ 3. സോ R13 ഓഫ് 3 ആയിരിക്കും നമ്മുടെ ഫൈനൽ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ.